ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് ചെയ്യുന്നത്. മെയ് 13 മുതൽ 19 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് വന്നിട്ട് നിങ്ങളുടെ ജനന തീയതി, ഡേറ്റ് ഓഫ് ബർത്ത്, അത് വെച്ചിട്ടാണ് നിങ്ങൾ പൈൽ സെലക്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചേക്കുന്നവർക്ക് നിങ്ങൾ പൈൽ 1 കാണണം. കാരണം ഇത് നമ്മൾ പ്ലസ് ചെയ്യാൻ നേരം ഫൈനലായിട്ടുള്ള ഡിജിറ്റ് വന്നിട്ട് 1 ആണ് വരുന്നത്. അപ്പോൾ അതുപോലെ പൈൽ 2 ആണെങ്കിൽ 2, 11, 20, 29 കൂട്ടാൻ നേരം 2 വരണം. 1 + 1 2, 2 + 0 2. അങ്ങനെ നമ്മൾ പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്ന സിംഗിൾ ഡിജിറ്റ് അതേതാണോ അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ടെങ്കിൽ 1 to 9 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ത്രൂ നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. ഓം ശരവണഭവായ നമഃ. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ജനന തീയതി വന്നിട്ട് 1, 10, 19, 28. ഈ ഡേറ്റ്സിൽ ജനിച്ചവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. താങ്ക് യു. പൈൽ നമ്പർ 1. നിങ്ങൾക്ക് വന്നിട്ട് കോസ്മിക് റെയിൻബോ ആണ്. ലുക്ക് ഫോർ ദ പോട്ട് ഓഫ് ഗോൾഡ്, അക്സെപ്റ്റ് ജോയ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ മണി ഗെയിൻ, ഫിനാൻഷ്യൽ ഗെയിൻ, പൈസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും വിഷമങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് മറികടക്കാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് എനർജി, ആ ഒരു ഊർജം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. താങ്ക് യു. നമ്പർ 6. കുറച്ച് പേർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും, കുറച്ച് പേർക്ക് 15-ാം തീയതി ആ ഒരു ഡേറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, മജീഷ്യൻ. ഫോർ ഓഫ് വോൺസ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നിട്ട് ഫാമിലി പ്രോപ്പർട്ടി ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എന്തെങ്കിലും ഒരു ഏരിയയിൽ നിന്നിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിൻ എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 10 of wands. അഗെയിൻ കോയിൻസ്, പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ ഒരു വീക്ക് വന്നിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് നൽകുന്ന കാര്യങ്ങൾ, അത് നൽകുന്ന ഓപ്പർച്യൂണിറ്റിയോട് നിങ്ങൾ എസ് പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 10 of wands വന്നിട്ട് എൻഡിങ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് റിസൾട്ട് നൽകാത്ത കാര്യങ്ങൾ, നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു പക്ഷെ അത് സെയിം റിസൾട്ടാണ് കിട്ടുന്നത്, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനങ്ങളിലായിരിക്കാം, ഡിസിഷൻസിലായിരിക്കാം. അപ്പോൾ അവിടെ എന്താണ് നിങ്ങൾക്ക് സെർവ് ചെയ്യാത്തത്, മുന്നോട്ട് എന്താണ് നിങ്ങൾക്ക് ഉപകാരമല്ലാതെ ഇരിക്കുന്നത്, ആ എനർജീസിനോട് നിങ്ങൾ നോ പറയാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ആത്മാർത്ഥമല്ലാത്ത എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നിങ്ങളെ മോഹിപ്പിക്കുന്നുണ്ടാകാം. ചെറിയ ചെറിയ റിസൾട്ട്സ് നൽകുന്നുണ്ടാകാം. ആ ഒരു എനർജിയോടും നിങ്ങൾ നോ പറയുന്നതാണ്. കംപ്ലീറ്റ്ലി അത് ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈഫിലൊരു സ്ഥിരത, സ്റ്റെബിലിറ്റി, ഇൻ കേസ് ഇത് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെ നിന്നിട്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്, അർപ്പണ മനോഭാവത്തോടു കൂടി ആ ഒരു സ്ട്രോങ് ഒരു ബോണ്ട് ഉള്ളത്, തൻ്റെ കൂടെ ആരാണ് നിൽക്കുന്നത്, തന്നെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ആ ഒരു എനർജിയോട് നിങ്ങൾ എസ് പറയാനായിട്ട് ഈ ഒരു വീക്ക് റെഡിയാകുന്നതാണ്.
ഓക്കെ, കുറച്ച് പേർക്ക് ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും സ്വഭാവങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് ബ്ലോക്സ് ആയിരിക്കാം. ഒരു ലാക്ക് മെൻറ്റാലിറ്റി ആയിരിക്കാം. എനിക്ക് കുറവുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, ആ ഒരു എനർജീസ് ആയിരിക്കാം കുറച്ച് പേർക്ക്. അതിനോടെല്ലാം കുറച്ച് പേര് ഈ ഒരു വീക്ക് നോ പറയുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫ് കണ്ടു 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ആ ലാക്കിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഈ ഒരു എനർജി ചൂസ് ചെയ്യണ സമയത്ത് ആ ഒരു ലാക്ക് മെൻറ്റാലിറ്റി, ആ ഒരു പോവേർട്ടി കോൺഷ്യസ്നെസ്, അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ നിങ്ങളെ ഒരു സക്സസിൻ്റെ രൂപത്തിൽ, നിങ്ങളെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലീഡറിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ അവൈലബിൾ ആണ്. കറക്റ്റായിട്ട് അത് ഇവിടെ മാജിഷ്യൻ്റെ എനർജിയിൽ വന്നിട്ട് കറക്റ്റായിട്ട് അത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, അവസരങ്ങളുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻസ് എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. പായൽ നമ്പർ 1. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഐ ആം സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് പേഴ്സൺ. മൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇവിടെ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ആ ഒരു കഴിവുകൾ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ജീവിതം മനോഹരമാക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. ഓക്കെ, അപ്പോൾ നല്ല സങ്കല്പങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷൻസ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച്. ഓക്കെ, നിങ്ങൾ എനർജി എക്സ്ചേഞ്ചിൽ, കൊടുക്കൽ വാങ്ങലിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഐ എൻജോയ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ. ഐ ആം റെഡി ആൻഡ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. എഗെയിൻ ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ട് പുതിയ അവസരങ്ങൾ, പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ്, ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനായിട്ട്, പുതിയ എക്സ്പീരിയൻസ് നേടാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഫൈനലായിട്ട് നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് എന്താണ് ഈ ഒരു വീക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നോക്കാം. താങ്ക് യു. കൗൺസിലർ ആർക്കേഞ്ചൽ അസ്രയേൽ ആണ് വന്നിരിക്കുന്നത്. യു ആർ എ നാച്ചുറൽ കൗൺസിലർ ആൻഡ് മെനി പീപ്പിൾ ബെനിഫിറ്റ് ഫ്രം യുവർ ഗൈഡൻസ് ആൻഡ് റീഅഷ്യൂറൻസ്. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തുറന്ന് പറയണം, അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എങ്ങനെ മെച്ചപ്പെടുത്താം, നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താം, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്കൊരു അഡ്വൈസിൻ്റെ, ഒരു കരിയർ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് നേടാനായിട്ട് ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാർ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നിട്ട് ആ ഗൈഡൻസ് നേടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേര് നിങ്ങൾ കൗൺസിലേഴ്സ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അഡ്വൈസ് കൊടുക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നിറഞ്ഞ സന്ദർഭങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊരു സൊല്യൂഷൻ നൽകാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസ് കൊണ്ടിട്ട്, നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടിട്ട് ഒത്തിരി പേരുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ജനന തീയതി വന്നിട്ട് 2/11/2029. ഓക്കെ, ഈ തീയതികളെല്ലാം ആണെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം പായൽ നമ്പർ 2. താങ്ക് യു. Access your gifts. Explore your treasure chest. Accept who you truly are. ഈ ഒരു വീക്കിൽ വന്നിട്ട് നമ്പർ 10 വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എൻഡിങ്സ്, എന്തെങ്കിലും ടഫായിട്ടുള്ള സൈക്കിളായിരിക്കാം. കുറേ കാലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ സന്ദർഭങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ
ആ സന്ദർഭങ്ങൾ എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി, ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരു വീക്ക് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് ഇത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് സത്യം പറയാനായിട്ടുള്ള അവസരമായിരിക്കാം. കുറച്ച് പേർക്ക് സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരസ്പരം സംസാരിച്ച് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ്, നിങ്ങൾക്ക് ഈ ഒരു കഴിവുണ്ട്, ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അത് തിരിച്ചറിയാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് അവസരം ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാനായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നതായിട്ട്, ആ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിട്ട്, കുറേ കാലമായിട്ട് നിങ്ങൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു ട്രാവലിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേർക്ക് ആ ഒരു ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ, ഒരു സ്ട്രോങ് ഒരു എനർജിയിലോട്ട് വരാനായിട്ടുള്ള പൊട്ടൻഷ്യലുണ്ട്, അവസരമുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, ഏസ് ഓഫ് വാൻഡ്സ്, ന്യൂ ബിഗിനിങ്. സിക്സ് ഓഫ് കോയിൻസ്. കുറച്ച് പേർക്ക് അത് ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, ഒത്തിരി പേര് ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു അവസരവുമാകാം. ഓക്കെ, ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അഗെയിൻ ആ ഒരു ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ട് പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്രിയേഷൻ, പുതിയതായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻസ്, കഴിവുകൾ, പാഷൻ തിരിച്ചറിയാനായിട്ടുള്ള ഒരു വീക്കായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് മണി ഫിനാൻസിനെ കുറിച്ചിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് വ്യക്തിബന്ധങ്ങളിൽ, ലവ്, റൊമാൻസ്, റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങൾ സെക്യൂർ അല്ല, നിങ്ങൾ സേഫ് അല്ല, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട്, ഒരു സ്റ്റെബിലിറ്റിയുടെ ആവശ്യമുണ്ട്. അങ്ങനത്തെ എനർജീസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് മറികടക്കാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് വരുന്ന സമയത്ത്, അങ്ങനത്തെ ആ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, എനിക്ക് സ്റ്റെബിലിറ്റി ഇല്ല, അങ്ങനത്തെയൊക്കെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ലോ എനർജീസിലോട്ടൊക്കെ പോണ സമയത്ത് അതിനോടെല്ലാം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ നോ പറയാനായിട്ട് ശ്രമിക്കുക. ഇല്ല, എനിക്ക് അതിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും, അത് തരണം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും, ഞാൻ ഫ്രീ ആണ്, ഞാൻ ഈ ഒരു എന്താ പറയുക, ഈ ടഫായിട്ടുള്ള സൈക്കിളിൽ കിടക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാനായിട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ചുറ്റുമുണ്ട്. ആ ഒരു എനർജിയോട് നിങ്ങൾ എസ് പറയേണ്ട ആവശ്യമുണ്ട് ഈ ഒരു വീക്ക് വന്നിട്ട്. കുറേ കൂടെ നിങ്ങളുടെ ലൈഫിലെ പോസിറ്റീവ് സൈഡ്, നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുവശത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട്, അവിടെ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ട് ലൈഫ് ബെറ്റർ ആക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ആ അവസരങ്ങളോട് നിങ്ങൾ എസ് പറയാനായിട്ട് ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിൽ വന്നിട്ട് കിങ് ഓഫ് വാൻഡ്സ്. ഓക്കെ, സ്ട്രോങ് ഒരു ലീഡർഷിപ്പ് റോളിലോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാനായിട്ട്, ഉയർന്നു വരാനായിട്ടുള്ള പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അഗെയിൻ ഇവിടെയും ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഉണ്ട്. ഈ ഒരു ഏസ് ഓഫ് വാൻഡ്സിൽ നിന്നിട്ട് കിങ് ഓഫ് വാൻഡ്സ് വരെ ആ ഒരു ജേർണിയിൽ കൂടെ പോകാനായിട്ടുള്ള പൊട്ടൻഷ്യൽ, കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻസ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തതായിരിക്കാം, കൊടുത്തതായിരിക്കാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ പാഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ ഒരു വീക്ക് റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്ക് വന്നിട്ട്? 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഐ ആം ഫിയർലെസ്, ഐ ഫൈൻഡ് പീസ് വെൻ ഐ ഗീവ് അതേഴ്സ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഭയം, എന്തെങ്കിലുമൊക്കെ പേടിയുടെ എനർജി ഉണ്ടെങ്കിൽ അത് ഈ ഒരു വീക്ക് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐ ഫൈൻഡ് പീസ് വെൻ ഐ ഫോർഗീവ് അതേഴ്സ്. നിങ്ങളെ ഫോർഗീവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരെയും
അതിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. കാരണം എത്രത്തോളം നമ്മൾ ആ ഒരു സ്റ്റക്ക് എനർജിയിലിരിക്കുന്നു, നിങ്ങളുടെ ആ ഒരു ഫ്രീഡം ബ്ലോക്കാക്കി വെക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ഒഴുക്കിനൊത്ത് നീന്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളെ ഫൊർഗീവ് ചെയ്യുക, മറ്റുള്ളവരെ ഫൊർഗീവ് ചെയ്യുക. ആ ഒരു എനർജി നിങ്ങളുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിൽ എത്താനായിട്ട് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു. King of Wands in the energy. I am grounded. I lead with passion and courage. കുറച്ച് പേർക്ക് അഗെയിൻ ആ ഒരു പാഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ആ ഒരു മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ചും കൂടെ ഒരു ധൈര്യം, കുറച്ചും കൂടെ ഒരു കറേജ് വരുന്നതായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കാം ഈ ഒരു വീക്കിനെ കുറിച്ചിട്ട്. താങ്ക് യു. യു ആർ സേഫ്. ആർക്കേഞ്ചൽ മൈക്കിളാണ് വന്നേക്കുന്നത്. ഐ ആം പ്രൊട്ടക്റ്റിംഗ് യു എഗെയിൻസ്റ്റ് ലോവർ എനർജീസ് ആൻഡ് ഗാർഡിങ് യു, യുവർ ലവ്ഡ് വൺസ് ആൻഡ് ഹോം. ഇവിടെ നിങ്ങളോട് പറയാണ് നിങ്ങൾ സേഫാണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ആരാണ്? നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആൻസർ എന്തുമായിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ലവ്ഡ് വൺസ്, നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ നേരിടുന്നുണ്ടാകാം. നിങ്ങൾ സേഫ് അല്ല, അഗെയിൻ ഈ ഒരു എനർജി പ്രൊട്ടക്റ്റഡ് അല്ല, ആ ഒരു എനർജി കൂടെ എല്ലാം പോകുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം നിങ്ങളോട് പറയാണ് നിങ്ങൾ സേഫാണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളിലുള്ള ടാലൻറ്റ്, നിങ്ങൾക്കുള്ള കഴിവുകളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോവർ എനർജീസിലോട്ട് പോകാതിരിക്കുക, ഒത്തിരി ഇമോഷണൽ എനർജിയിലോട്ട് പോകാതിരിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ജനനതീയതി വന്നിട്ട് 3/12/2113. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പായൽ നമ്പർ 3. താങ്ക് യു. ഇവിടെ നമ്പർ 30 ആണ് വന്നിരിക്കുന്നത്. കോസ്മിക് ഡയമണ്ട്. സ്പ്രെഡ് ഹോപ്പ് ആൻഡ് ജോയ്, ഇലുമിനേറ്റ് ദ വേൾഡ്. ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള എനർജീസിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം കൊണ്ടുവരാനായിട്ട്, അവിടെ ഒരു വ്യക്തത, ഒരു ബാലൻസ്, ഓക്കെ, അത് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഊർജം നിങ്ങൾക്ക് ഈ ഒരു വീക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം കൊണ്ടുവരാനായിട്ട്, ആ ഒരു സന്തോഷം ചുറ്റുമുള്ളവരിൽ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ 30 വന്നിട്ട് അഗെയിൻ 3യുടെ എനർജിയാണ് വരുന്നത്. ഒരു മൈൻഡ്, ബോഡി, സോളിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്, ആ ഒരു പീസ് കൊണ്ടുവരാനായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഈ ഒരു വീക്ക് കാണുന്നുണ്ട്. ആ ഒരു പീസ് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ജീവിതം എന്താണോ അല്ലെങ്കിൽ ഞാൻ എന്താണോ അത് ഉൾക്കൊണ്ടിട്ട് ആ ഒരു ഒഴുക്കിനൊത്ത് നീന്താനായിട്ടുള്ള ഒരു എനർജി, ആ ഒരു എനർജിയിലോട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഡയമണ്ട് നമുക്കറിയാം, ഓക്കെ, ഒത്തിരി പ്രഷർ, ഒത്തിരി സിറ്റുവേഷനിൽ കൂടെ പോയി അത് പോളിഷ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആ ഒരു സെയിം സിറ്റുവേഷനാണ് നിങ്ങളുടെ എനർജീസിലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ വിസ്ഡം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാം. Page of Swords, Knight of Wands, Tower, King of Coins. ബാക്കിൽ വന്നിട്ട് 10 of Cups-ൻ്റെ എനർജിയാണ്.
ഈ ഒരു വീക്കിൽ ഒത്തിരി ഡിവൈൻ സപ്പോർട്ട്, ഒത്തിരി ഡിവൈൻ ഗൈഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ, കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് ഇത് ഫോർഗീവ്നെസ്സിൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, നിങ്ങളെ, ഫാമിലീനെ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രഷറിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിലീസ് ചെയ്യാനായിട്ട് ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടവർ വന്നിട്ട് കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഫൗണ്ടേഷൻ, ഒരു അടിത്തറ നമുക്ക് സ്ട്രോങ് അല്ലെങ്കിൽ നമുക്കവിടെ എന്താ പറയുക, കുറേ നാൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറ അത് സ്ട്രോങ് അല്ല, ആ ഒരു ഫൗണ്ടേഷൻ നമ്മളുടെ കറക്റ്റായിട്ടല്ലെങ്കിൽ അവിടെ നമ്മൾ പടുത്തുയർത്തുന്ന കെട്ടിടം അല്ലെങ്കിൽ വീടായിക്കോട്ടെ അതിൽ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു അടിത്തറ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ലെറ്റ് ഗോ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ആ എനർജീസിനോട് നിങ്ങളിവിടെ എസ് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ടവർ വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങളെ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ആ ഒരു ജേർണി കൂടെ കൊണ്ടുപോയിട്ടുണ്ടാകാം. പക്ഷേ അതിൻ്റെ പാഠങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടഫായിട്ടുള്ള സിറ്റുവേഷൻ എന്നെ എന്താണ് പഠിപ്പിച്ചത്, അതെല്ലാം കുറച്ചും കൂടെ അക്സെപ്റ്റൻസിലോട്ട് വരാനായിട്ട്, ആ ഒരു എനർജീസിനോട് കുറച്ച് പേര് അതുമായിട്ട് കുറച്ചും കൂടെ ഒരു ബാലൻസിൽ വരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിങ് ഓഫ് കോയിൻസിൽ വന്നിട്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകാത്ത, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകാത്ത, സമാധാനം നൽകാത്ത എനർജീസിനോടെല്ലാം നിങ്ങൾ നോ പറയാനായിട്ട് റെഡിയാകുന്നതാണ്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻഡ്സിലും വന്നിട്ട് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ്, കറേജസ് ആയിട്ട് ആക്ഷൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. പേജ് ഓഫ് സോഡ്സിൽ വന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു വീക്ക് ലഭിക്കുന്നുണ്ടാകാം, തുറന്ന് പറയാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ പേജിൽ നിന്ന് നൈറ്റിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ലെവലപ്പ് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേജിൽ ഇരിക്കുന്ന സമയത്ത് പാസ്റ്റിൽ നിങ്ങൾ അറിയാത്ത ഇരിക്കുന്ന സമയത്ത്, എക്സ്പീരിയൻസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് പല നെഗറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം. അതെല്ലാം കുറച്ചും കൂടെ ഹയർ പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണാനായിട്ട്, ഉയർന്ന രീതിയിൽ നോക്കിക്കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഒരു കോൺഫിഡൻസ് നൽകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 3യുടെ അഫർമേഷൻ എന്താണ്? ഇവിടെ വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഐ ചൂസ് മൈ ഓൺ ആറ്റിറ്റ്യൂഡ്, ഐ ലവ് മൈ വർക്ക്. അഗെയിൻ ആ ഒരു പേജിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പാസ്റ്റിലെ ആ ഒരു എനർജീസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ സമീപിക്കുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കുറച്ച് പേർക്ക് 8 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് കരിയർ ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. താങ്ക് യു. ഫയൽ നമ്പർ 3. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒത്തിരി ഹീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡയമണ്ടിൽ പറഞ്ഞ പോലെ തന്നെ. ഐ ആം ഇമ്പോർട്ടൻറ്റ്, ഐ ലവ് മൈ സെൽഫ് ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി. ആ ഒരു ഫുൾ അക്സെപ്റ്റൻസിലോട്ട് വരാനായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞ ആ സെയിം എനർജി തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു ലൈഫിനെ, ആ ഒരു ജേർണി, ആ ഒരു യാത്രേനെ ഫുള്ളി അംഗീകരിക്കാനായിട്ട്, അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മൈൻഡിലോട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഐ ആം ഇമ്പോർട്ടൻറ്റിൽ വന്നിട്ട് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. കുറച്ച് പേർക്ക് കരിയർ ട്രാൻസിഷൻ ആയിരിക്കാം, കരിയറിലൊരു മാറ്റമായിരിക്കാം, റിലേഷൻഷിപ്പിലൊരു മാറ്റമായിരിക്കാം. അപ്പോൾ എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എവിടെയാണോ ഞാൻ മുൻഗണന കൊടുക്കേണ്ടത്, അതിലെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കാം ഈ ഒരു വീക്കിനെ കുറിച്ചിട്ട്. ഏഞ്ചൽ തെറാപ്പി, എഗെയിൻ ആ ഒരു ഹീലിങ്ങിൻ്റെ എനർജിയാണ്. ആർക്കേഞ്ചൽ റാഫേലാണ് വന്നേക്കുന്നത്.
ഗിവ് യുവർ കെയർസ് ആൻഡ് വറി ടു അസ് ഏഞ്ചൽസ് ആൻഡ് അലൗ അസ് ടു ടേക്ക് യുവർ ബർഡൻ. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾ എന്തുമായിക്കോട്ടെ, ഓക്കെ, അത് ഒരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട്, ഒരു സമർപ്പണ മനോഭാവത്തിലോട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈശ്വരൻ വന്നിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഹയർ പവർ വന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നതാണ്, കറക്റ്റായിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് ട്രസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 4, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ജനന തീയതി വന്നിട്ട് 4/13/22/31. ഓക്കെ, ഈ തീയതികളിൽ ജനിച്ചവർക്കുള്ള ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. താങ്ക് യു. പായൽ നമ്പർ 4. ദ ഫ്രീഡം ഓഫ് ട്രൂത്ത് നമ്പർ 12 ആണ് വന്നേക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ഹോണസ്റ്റ്ലി, ബി ഹൂ യു ട്രൂലി ആർ. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ത്രോട്ട് ചക്രയാണ് കാണുന്നത്, വിശുദ്ധ ചക്ര. ഓക്കെ, ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ലീഡർഷിപ്പ് റോളായിരിക്കാം, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ആ ഒരു റോള് ഭംഗിയായിട്ട് നിറവേറ്റാനായിട്ട്, കുറച്ച് പേർക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കാനായിട്ടായിരിക്കാം. അപ്പോൾ ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേര് ടീച്ചേഴ്സ് ആയിരിക്കാം, കൗൺസിലേഴ്സ് ആയിരിക്കാം. അപ്പോൾ ത്രോട്ട് ചക്ര യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട്, സത്യസന്ധമായിട്ട് നിങ്ങളുടെ ആ ഒരു കർമ്മം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്താണോ, നിങ്ങളുടെ ഇൻറ്റൻഷൻസ് എന്താണോ, അത് തുറന്ന് പറയാനായിട്ടുള്ള ഒരു അവസരവും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. Thank you. 9 of Cups. Again, ആ ഒരു ത്രോട്ട് ചക്രയുടെ എനർജിയാണ്. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. സോറി, ഒന്നുകൂടെ. പേജ് ഓഫ് കപ്സ്. ഇവിടെ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ട്, നിങ്ങളുടെ തീരുമാനം നിങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ കുട്ടികളോടായിരിക്കാം, നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തികളോടായിരിക്കാം. ചിലപ്പോൾ അവരുടെ മണി എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് കെയർലെസ് ആയിട്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചിട്ട് ഈ ഒരു വീക്ക് ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് ഒരു ലാക്ക് മെൻറ്റാലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുക. ഇപ്പോൾ ഒരു ഫാമിലിയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളോട് പറയാതിരിക്കുക, നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി, ആ ഒരു കാര്യങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ബോൾഡായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേജ് ഓഫ് കപ്സിൽ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോട് കുറച്ച് പേര് നോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ബാക്കിൽ വന്നിട്ട് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി, അതുപോലെ തന്നെ ഒത്തിരി ഗുഡ് ലക്കിൻ്റെ എനർജിയും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, നിങ്ങളുടെ അഫർമേഷൻസ് എന്താണ്? കുറച്ച് പേര് ഈ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് നിങ്ങൾക്ക് മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല, കരിയറിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷന് നിങ്ങൾ എസ് പറയുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക് വന്നിട്ട്. നെക്സ്റ്റ്, നിങ്ങളുടെ അഫർമേഷൻ എന്താണ്? ഈ ഒരു വീക്ക് എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? പായൽ നമ്പർ 4 വന്നിട്ട്
ഇവിടെ വന്നിട്ട് 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഐ സ്ട്രൈവ് ടു സീ ഓൾ സൈഡ്സ് ഓഫ് എവറി ഇഷ്യൂ. ഐ ആം പവർഫുൾ. ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയണത്, നിങ്ങളൊരു ഡെസിഷൻ എടുക്കുന്ന സമയത്ത്, നിങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ വശങ്ങളും കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ വന്നിട്ട് പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഐ ആം റെഡി ടു ബി എ ലീഡർ. ഐ ആം റെഡി ടു മേക്ക് ഗുഡ് ഡെസിഷൻസ്. അഗെയിൻ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വീക്ക് റെഡി ആയിട്ടിരിക്കുന്നതാണ്. ലീഡർഷിപ്പ് റോളിലോട്ട് ഉയരാനായിട്ടായിരിക്കാം. ഒരു അഗെയിൻ ആ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ ഒത്തിരി തീരുമാനങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങൾ എടുക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ഈ ഒരു വീക്കിനെ കുറിച്ചിട്ട്. ഫോക്കസ് ഓൺ യുവർ ഹയസ്റ്റ് പ്രയോറിറ്റീസ്. ഐ വിൽ ഹെൽപ്പ് യു ഗെറ്റ് ഓർഗനൈസ്ഡ് ആൻഡ് മോട്ടിവേറ്റഡ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹയസ്റ്റ് പ്രയോറിറ്റി എന്താണോ, ഏത് കാര്യത്തിനാണോ മുൻഗണന കൊടുക്കേണ്ടത്, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് നേടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട്, കുറച്ചും കൂടെ ഡിസിപ്ലിനോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് തളർന്നു പോകുന്നുണ്ട്, ഇടയ്ക്ക് മോട്ടിവേഷൻ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡെയിലി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആ ഒരു ഗോളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. അപ്പോൾ പ്രയോറിറ്റൈസ്, മുൻഗണന കൊടുക്കുക. നിങ്ങൾ സംസാരിക്കുന്ന സമയത്തും എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ സംസാരിക്കണം, ഇപ്പോൾ ഒരു സ്പീച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നോട്ട്സ് എഴുതുന്നത്, കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്, ഓക്കെ, അതെല്ലാം നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രിപ്പയർ ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 4 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 5, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ജനന തീയതി വന്നിട്ട് 5/14/23. ഓക്കെ. ഈ തീയതികളിൽ ജനിച്ചവർക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 5. സോൾ ഹീലിംഗ് നമ്പർ 16 ആണ്. 7 വരുന്നുണ്ട്. അലൈൻ വിത്ത് യുവർ എസെൻസ്, സീ യുവർ ട്രൂ കളേഴ്സ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു വീക്കിൽ. പാസ്റ്റിലെ ഡിസെപ്ഷൻ, ഒത്തിരി ചതികളിൽ കൂടെ പോയിട്ടുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നില്ല, കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നില്ല. കുറച്ച് പേർക്ക് ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ട്രൂ കളേഴ്സ്, അവരുടെ ശരിക്കുള്ള ഇൻറ്റൻഷൻസ് എന്തായിരുന്നു, അവരെന്താണ് ഉദ്ദേശിച്ചത്, അത് സത്യസന്ധമായിട്ട് കുറച്ച് പേർക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്പിരിച്വൽ സൈഡ് മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേർക്കൊരു പൊട്ടൻഷ്യൽ ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യുക. ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, ഒത്തിരി പേടി, സ്റ്റെബിലിറ്റി ഇല്ല, കമ്മിറ്റ്മെൻ്റ് ഇല്ല. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിരിക്കാം, ആ ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടാകാം. 10 ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഒരു 4 ഓഫ് പെൻറ്റക്കിൾസിൽ നിന്നിട്ട് എങ്ങനെ 10 ഓഫ് പെൻറ്റക്കിൾസിലോട്ട് വരാം, ആ ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് വരാം. ഓക്കെ. ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവിടെ ഹാർട്ട് ചക്ര ഹീലിംഗ് ചെയ്യണം. കുറച്ച് പേർക്ക് ഇത് ഫാമിലി ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, കുട്ടികളായിട്ടുള്ള, നെയ്ബേഴ്സായിട്ട്, ആര് വേണമെങ്കിലും ആകാം. അപ്പോൾ ആ എനർജീസ് നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ക്യൂൻ ഓഫ് വോൺസ്, 9 ഓഫ് കോയിൻസ്. ഓക്കെ.
ഇവിടെ ക്യൂൻ ഓഫ് വോൺസ് വന്നിട്ട് ബാക്കിൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, 4 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളോട് ഈ ഒരു വീക്ക് ക്യൂൻ ഓഫ് വോൺസ് വന്നിട്ട് തനിക്ക് ചുറ്റും എന്ത് നടന്നാലും അതിനെക്കുറിച്ചിട്ട് ഓവറായിട്ട് വറി ചെയ്യാതെ തനിക്ക് എന്താണോ ചെയ്യാനുള്ളത്, ലൈഫിൽ എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത്, ആ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്യൂനാണിത്. അപ്പോൾ ആ ഒരു എനർജിയോട് കുറച്ച് പേരോട് ഈ ഒരു വീക്ക് എസ് പറയാനായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേര് ആ ഒരു എനർജിയിലോട്ട് വരുന്നുണ്ടാകാം. ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്തുമായിക്കോട്ടെ, ഞാൻ എൻ്റെ പവറിൽ ഇരുന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ സന്തോഷം എവിടെയാണോ എനിക്ക് ലഭിക്കുന്നത് ആ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. 9 ഓഫ് കോയിൻസ് വന്നിട്ട് ഈ ഒരു വീക്ക് നിങ്ങളുടെ മണി, ഫിനാൻസ്, നിങ്ങൾ ആർക്കാണ് മണി കൊടുക്കുന്നത് അത് കുറച്ച് കെയർഫുള്ളാകുക. ഇൻ കേസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചതികൾ നടക്കാനായിട്ട്, വ്യക്തിബന്ധങ്ങളിൽ, ഇത് ലവ് റൊമാൻസ് മാത്രമാകണം എന്നില്ല, ചിലപ്പോൾ നമ്മളോട് പൈസ മേടിക്കുന്നുണ്ടാകാം, അത് നമുക്ക് തിരിച്ച് കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു മണി വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ച് കെയർഫുള്ളാകുക. അങ്ങനെ നിങ്ങളുടെ വെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മണി, നിങ്ങളുടെ വാല്യൂ റോങ് ആയിട്ട് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് നോ പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് പേര് ഓൾറെഡി അത് പറയുന്നുണ്ടാകാം, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്കുള്ള അബണ്ടൻസ്, നിങ്ങൾക്കുള്ള ആ ഒരു എനർജി അത് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു വീക്കിലോട്ട് വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ്, ഐ ലിസൺ ടു മൈ ബോഡി, ഐ ആം ബ്ലെസ്ഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ ത്രൂ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐ ആം ബ്ലെസ്ഡ്, നിങ്ങൾ ബ്ലെസ്ഡ് ആണ്, നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, ഒത്തിരി പൊട്ടൻഷ്യലുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടിട്ട് അത് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകില്ല. അപ്പോൾ നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ അവെയർനെസ്സിലോട്ട് വരാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബോഡി ടേക്ക് കെയർ ചെയ്യാനായിട്ടും സെൽഫ് കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓവറായിട്ട് മറ്റുള്ളവരിൽ എനർജി സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ബോഡിക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്, കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട്, നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, King of Wands, I am grounded, I lead with passion and courage. നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി പാഷൻ, ഒത്തിരി ധൈര്യം ഈ ഒരു വീക്ക് കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ നാളായിട്ട് സേഫ് അല്ല, സെക്യൂർ അല്ല, അങ്ങനത്തെ എനർജീസിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഫൈനലായിട്ടുള്ള നിങ്ങളുടെ മെസ്സേജ് നോക്കാം. നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് എന്താണ് പറയാനുള്ളത്? താങ്ക് യു. കമ്പാഷൻ, ആർക്കേഞ്ചൽ സാഡ്കിയലാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റൻ യുവർ ഹേർട്ട് വിത്ത് റെസ്പെക്ട് ടു ദ സിറ്റുവേഷൻ ആൻഡ് ഓൾ ദ പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻക്ലൂഡിങ് യുവർ സെൽഫ്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ കുറച്ചും കൂടെ കമ്പാഷൻ, സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾ കുറച്ച് പേര് ഈ ഒരു എനർജിയിലായിരിക്കാം ഇരിക്കുന്നുണ്ടാകുക. ക്യൂൻ ഓഫ് വോൺസ് വന്നിട്ട് തൻ്റെ ഒരു ജേർണിയിൽ ഫോക്കസ് ചെയ്ത് പോകുക. പക്ഷെ ആ ഒരു സമയത്തും തന്നെ വിഷമിപ്പിച്ചവർ, തന്നെ വേദനിപ്പിച്ചവർ, അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു തോൺസ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ സമയത്തെല്ലാം നിങ്ങളോട് കമ്പാഷനേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ വിഷമിപ്പിച്ചവരെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഓക്കെ, ആ ഒരു എനർജി ഹീലിങ്ങിലോട്ട് കൊണ്ടുവരാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും നല്ലത് നിങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളോട് നെഗറ്റീവായിട്ട് ചിന്തിച്ചവരെ, ചെയ്തവരെ നിങ്ങൾ ശപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മയിൽ ആഡ് ചെയ്യുന്നതാണ്. അത് പിന്നീട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മ ക്ലിയറാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളോട് കമ്പാഷനേറ്റ് ആയിട്ട്, സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുക.
നമ്മുടെ ലൈഫിൽ പല എനർജീസും കടന്നു വരുന്നുണ്ടാകാം. ഡെയിലി വന്നിട്ട് അവർ നമ്മളെ പല ലെസൺസ് പഠിപ്പിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് സ്നേഹത്തിൻ്റെ പാഠങ്ങളായിരിക്കാം, കുറച്ച് പേര് ചതിയിൽ കൂടെ ആയിരിക്കാം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പായൽ നമ്പർ 5 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 6, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ജനന തീയതി വന്നിട്ട് 6/15/24. ഓക്കെ, ഈ തീയതികളിൽ ജനിച്ചവർക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 6. താങ്ക് യു. നമ്പർ 18 ആണ് വന്നേക്കുന്നത്. റിഫ്രഷിംഗ് ഒയാസിസ്, നർച്ചർ യുവർ സെൽഫ്, ഗ്യാദർ യുവർ സ്ട്രെങ്ത്. ചിലപ്പോൾ ഈ മെയ് 18th ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും ഒരു അവസരം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേർ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്ത ഒരു അവസരമായിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി ബിസി ആയിട്ട് ഇരിക്കുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ നർച്ചർ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വെക്കേഷൻ ടൈം ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയമെടുക്കുന്നതായിരിക്കാം. കുറച്ച് പേര് നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം. ആ ഒരു എനർജി. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹീലിംഗ് ഫേസിൽ കൂടെ കുറച്ച് പേര് ഈ ഒരു വീക്ക് കടന്നു പോകുന്നുണ്ടാകാം. ഓക്കെ, Knight of Cups, 2 of Wands. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എനർജിയും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീരുമാനമെടുക്കുക. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസിനെ കുറിച്ചിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. കുറച്ച് പേരിവിടെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ടോക്സിക് എനർജി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയോട് നിങ്ങൾ ഈ ഒരു വീക്ക് നോ പറയുന്നതാണ്. ഓക്കെ, ഈ ലവേഴ്സിൽ വന്നിട്ട് ഇതിൽ സ്നേഹമുണ്ട്. ഓക്കെ, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ കാണുന്നുണ്ട്. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജി, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും ഒത്തിരി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജീസിനോട് നോ പറയാനായിട്ട് കുറച്ച് പേര് റെഡിയാകുന്നതാണ്. ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്ത് ടോക്സിക് ആയിട്ടുള്ള എനർജിയാണോ ഉള്ളത് അത് കുറച്ച് പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനോട് നോ പറയുന്നതായിരിക്കും. കാരണം ഇവിടെ 10 of Swordsൻ്റെ എനർജിയാണ്, എൻഡിങ്സിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ ആ ഒരു ടോക്സിസിറ്റി കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. നിങ്ങൾ തന്നെ ഒത്തിരി വൂണ്ടഡ് ആയിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജി ഇവിടെ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഞാൻ സ്റ്റെപ്സ് എടുക്കണം, അതിനോട് കുറച്ച് പേര് എസ് പറയുന്നുണ്ടാകാം. ബാക്കിൽ കണ്ടോ, ഹീലിങ്ങിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എഗെയിൻ ഇത് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതിനോട് എസ് പറയുന്ന ഒരു എനർജിയും ആകാം. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നേക്കുന്നത്. I am worthy of love. I trust in my ability to manifest the wealth I seek. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എബിലിറ്റി, നിങ്ങളുടെ കഴിവിനെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ട് നിങ്ങൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇവിടെ വന്നിട്ട് I am worthy of love. നിങ്ങളുടെ ആ ഒരു ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ഇഷ്യൂസ് അത് ഹീൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. 8 of Cups, I am enough, I let go. കുറച്ച് പേര് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു എനർജീസിനോട് നോ പറയുന്നതാണ്, ലെറ്റ് ഗോ ചെയ്യുന്നതാണ്. ഇനഫ് ഇസ് ഇനഫ്.
ഞാൻ സഹിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ സഹിച്ചു. ഇനി എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ എനർജീസിനോട് നിങ്ങളിവിടെ സ്ട്രോങ് ആയിട്ട് നോ പറയുന്നതാണ്, ലെറ്റ് ഗോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ മൂല്യം കുറച്ച് പേര് തിരിച്ചറിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കാം. നിങ്ങളുടെ ഈ ഒരു വീക്കിനെ കുറിച്ചിട്ട് സെൻസിറ്റിവിറ്റി, ആർക്കേഞ്ചൽ ഹാനിയലാണ് വന്നിരിക്കുന്നത്. യു ആർ എക്സ്ട്രാ സെൻസിറ്റീവ് ടു എനർജീസ് ആൻഡ് ഇമോഷൻസ് റൈറ്റ് നൗ. ഹോണർ യുവർ സെൽഫ് ആൻഡ് യുവർ ഫീലിങ്സ്. ഈ ഒരു വീക്കിൽ കുറച്ചൊരു സെൻസിറ്റീവ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് വിഷമം വരിക, പെട്ടെന്ന് ഡൗൺ ആയി പോവുക, നിങ്ങൾക്ക് ചുറ്റും ഉള്ള എനർജീസായിട്ട് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചൊരു സെൻസിറ്റീവ് എനർജിയിലിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കെയർഫുള്ളാകുക. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളെങ്ങനെയാണ് കാണുന്നത്, നിങ്ങളെങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്, നിങ്ങളോട് എന്താണ് നിങ്ങൾ തന്നെ സംസാരിക്കുന്നത്, അതെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഹോണർ യുവർ സെൽഫ്, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല ഫീലിങ്സ്, പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള പല ഫീലിങ്സ്, പല എനർജീസ് കടന്നു വരുന്നുണ്ടാകാം. ആ സമയത്തെല്ലാം നിങ്ങളുടെ ആ ഒരു സെൻസിറ്റിവിറ്റി, നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വീക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് ഈ ഒരു സെൻസിറ്റിവിറ്റി വന്നിട്ട് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയിലിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അവരുടെ ഇമോഷൻസ്, അവരെന്താണ് നിങ്ങളോട് പറയുന്നത്, അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാനായിട്ടും ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 6 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 7, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ജനനതീയതി വന്നിട്ട് 7/16/25 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. പൈൽ നമ്പർ 7. ഇവിടെ വന്നിട്ട് നമ്പർ 38 യൂണിക്കോൺ പോർട്ടലാണ്. ഫോക്കസ് യുവർ ലൈറ്റ്, ലിസൺ ഫോർ എ മെസ്സേജ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ വന്നിട്ട് ഒരു ന്യൂ പോർട്ടൽ, ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്നതായിട്ട്, ആ ഒരു ന്യൂ പോർട്ടലിൻ്റെ എനർജി കൂടെ പോകാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എനർജി അവൈലബിൾ ആണ്, അത് നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് മാരേജിൻ്റെ എനർജി ആയിരിക്കാം, എൻഗേജ്മെൻറ്റിൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, ഒരു പ്രപ്പോസൽ വരുന്നതായിരിക്കാം, അതിനോട് എസ് പറയുന്നതായിരിക്കാം. അങ്ങനെ ഒരു ന്യൂ എനർജിയിലോട്ട്, ഒരു ന്യൂ പോർട്ടലിലോട്ട് കുറച്ച് പേര് ഓപ്പൺ ആകുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ കോൺഫിഡൻസിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യെല്ലോ കളർ. ലിസൺ ഫോർ എ മെസ്സേജ്, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 3+8 വന്നിട്ട് 11 ആണ്. കുറച്ച് പേർക്ക് 11 ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാകാം. ആ ഒരു ഏഞ്ചൽ നമ്പർ വരുന്ന സമയത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തെല്ലാം അവസരങ്ങളുണ്ട്. ഓക്കെ, ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നിങ്ങൾക്കൊരു സൈൻ നൽകുന്നതായിരിക്കാം, ഒരു എനർജി നൽകുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് വരാനായിട്ട്. അതുപോലെ തന്നെ ഒത്തിരി പീസിൻ്റെ എനർജി, സമാധാനത്തിൻ്റെ എനർജിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ത്രീ ഓഫ് വാൻഡ്സ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു പോർട്ടലിലോട്ട് കടക്കാനായിട്ട് കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള സ്റ്റെപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാകാം. ഓക്കെ, ഒരു ന്യൂ പെർസ്പെക്റ്റീവിൽ, ഒരു പുതിയ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ ഇവിടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡും അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് ഇത് ഹെൽപ്പിൻ്റെ രൂപത്തിലായിരിക്കാം, സപ്പോർട്ടിൻ്റെ രൂപത്തിലായിരിക്കാം, ഫ്രണ്ട്ഷിപ്പിൻ്റെ രൂപത്തിലായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. ഓക്കെ,
ഇവിടെ വേൾഡിൻ്റെ എനർജിയിൽ വന്നിട്ട് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ആയിട്ടുള്ള, ചിലപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ആയിരിക്കാം, എന്തെങ്കിലും നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനോട് നിങ്ങൾ ഈ ഒരു വീക്ക് നോ പറയുന്നുണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകാതെ, നിങ്ങൾക്കൊരു സോളിഡായിട്ടുള്ള ഒരു ഉത്തരം നൽകാതെ നിങ്ങളെ എന്താ പറയുക ഒരു കൺഫ്യൂഷനിൽ നിർത്തുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജിയോട് കുറച്ച് പേരോട് നോ പറയാനായിട്ട് ഈ ഒരു വീക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ 9 ഓഫ് വോൺസിൽ വന്നിട്ട് ഇതൊരു വൂണ്ടഡ് വാരിയറിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങളുടെ ഹോം ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എനർജീസ് ഹീലിങ്ങിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു എനർജി വന്നിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ, നിങ്ങളുടെ ഫാമിലിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് കുറച്ച് പേര് റെഡിയാകുന്ന എനർജി ആയിരിക്കാം. കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി, കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം കുറച്ച് പേര് ഈ ഒരു വീക്കിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ മണി ഫിനാൻസിനെ കുറിച്ചിട്ടുമാകാം. നിങ്ങളുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ഫാമിലിയുടെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻ, അതിനോട് എസ് പറയാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേരുടെ വീട് പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ആൻസിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ആൻസിസ്ട്രൽ ലാൻഡിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിലായിരിക്കാം കുറച്ച് പേരുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്. കുറച്ച് പേര് നിങ്ങളുടെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു എനർജി, അതും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു വീക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സ്നേഹം, കമ്പാഷൻ, ഹീലിങ്ങിൻ്റെ എനർജിയാണ്. ഐ ആം ഇമ്പോർട്ടൻറ്റ്, ഐ ലവ് മൈസെൽഫ് ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി. ഈ ഒരു വീക്കിൽ നിങ്ങളെ സ്നേഹിക്കാനായിട്ട്, നിങ്ങളെ അംഗീകരിക്കാനായിട്ട്, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഐ ആം ഇമ്പോർട്ടൻറ്റ് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടും ചിന്തിക്കുക. അതുപോലെ തന്നെ കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ട് എനർജിയിലിരിക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ റൂട്ട് ചക്ര കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നില്ല, ഒരു പരിഗണന നൽകുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് അത് നിങ്ങൾ മറ്റുള്ളവരിൽ തിരയുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ സ്നേഹിക്കാനായിട്ട്, നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഗൈഡൻസാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഹോം ഫാമിലി ലൈഫിലും ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി, ഐ ട്രസ്റ്റ് മൈ ഫീലിങ്സ്, ഐ വാല്യൂ മൈസെൽഫ്. എഗെയിൻ ആ ഒരു വാല്യൂ, ആ ഒരു മൂല്യത്തിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ വാല്യൂ കൊണ്ടിട്ട് എന്തെങ്കിലും മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ്, എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ഈ ഒരു വീക്കിൽ നടക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, നിങ്ങൾ അവരുടെ ലൈഫിൽ എന്ത് റോളാണ് വഹിക്കുന്നത്, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, നിങ്ങളുടെ ആ ഒരു സാക്രിഫൈസ്, നിങ്ങളുടെ ആ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള എനർജി, നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ്, അതിന് ഒരു എന്താ പറയുക ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, അല്ലെങ്കിൽ അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, അത് കുറേ പേർക്ക് നിങ്ങളുടെ ആ ഒരു ഹോം ഫാമിലിയിൽ നിങ്ങൾക്ക് ഒത്തിരി അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഷമങ്ങൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ടൊരു പ്രചോദനം നൽകുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് മദറിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങളുടെ മദറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റർ ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, അവരുമായിട്ടുള്ള എന്തെങ്കിലും ഇമോഷണലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് എനിക്ക് ഫാമിലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതും കുറച്ച് പേർക്ക് ഇവിടെ ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, നിങ്ങളെന്തൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് എന്താണ് ഈ ഒരു വീക്കിൽ പറയാനുള്ളത് നോക്കാം. താങ്ക് യു. ഫയൽ നമ്പർ 7. എന്ത് കാര്യമാണ് ആർക്കേഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീക്കിനെ കുറിച്ചിട്ട്?
ഔട്ട്ഡോർസ് ആണ് വന്നേക്കുന്നത്. ആർക്കേഞ്ചൽ ജോഫൈൽ ആണ്. ഗോ ഔട്ട്സൈഡ്, ഗെറ്റ് സം ഫ്രഷ് എയർ ആൻഡ് കണക്ട് വിത്ത് നേച്ചർ ടു റിലീവ് സ്ട്രെസ് ആൻഡ് ഗെയിൻ ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്. ഇവിടെ വന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബ്രില്യൻറ്റ് ഐഡിയ ഈ ഒരു വീക്കിൽ വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഐഡിയാസ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ആക്ഷൻ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ എനർജി, നേച്ചറായിട്ട് കണക്ട് ചെയ്യുക, പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അതെല്ലാം നിങ്ങളെ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് പറയുന്നുണ്ട് ഒത്തിരി ഇമോഷണൽ എനർജിയിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നില്ല, ഒറ്റപ്പെട്ടു പോയ ആ ഒരു സിറ്റുവേഷനിലെല്ലാം നിങ്ങൾ വീട്ടിൽ തനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഫിസിക്കൽ രൂപത്തിൽ, മനുഷ്യരുടെ രൂപത്തിൽ സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിലും നേച്ചറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നിട്ടുള്ള എലമെൻറ്റ്സ്, വാട്ടർ എലമെൻറ്റ്, എയർ എലമെൻറ്റ്, ഫ്ലവേഴ്സിൻ്റെ എനർജി, ആ എനർജീസ് എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടുവരാനായിട്ട്, നിങ്ങളെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 7 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 8, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ജനനതീയതി വന്നിട്ട് 8/17/26 ആണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 8. Pile number 8. Pile number 8. Number 33, Cosmic Sapphire. Act with honor and integrity. Speak your truth. കുറച്ച് പേർക്ക് നിങ്ങളെ ഒത്തിരി പേര് മെൻ്റലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി ഒത്തിരി അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പോൾ അത് നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് തിരിച്ചും നമ്മൾ അതുപോലെ സംസാരിക്കുക. നമ്മളോട് എങ്ങനെയാണോ ആ ഒരു എനർജി എന്താണോ നമുക്ക് റിസീവ് ചെയ്തത് അതിൻ്റെ സത്യമായിട്ട് നമ്മൾ തുറന്ന് സംസാരിക്കുക. എനിക്കിങ്ങനെ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ പെരുമാറുക. ആ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി എന്താ പറയുക, റിജക്ഷൻസ് നമ്മുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. നമ്മളോട് ചെയ്തപ്പോൾ അത് ഓക്കെ ആയിരുന്നു, പക്ഷെ തിരിച്ചു ചെയ്യുമ്പോൾ നമ്മളൊരു കുറ്റക്കാരി അല്ലെങ്കിൽ കുറ്റം ചെയ്ത ഒരു വ്യക്തിയായിട്ട് നമ്മളെ കണക്കാക്കിയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് ഒത്തിരി നിങ്ങളുടെ ഇമോഷണലി നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കാൻ പറ്റാതെ ഒത്തിരി നിങ്ങളുടെ എനർജീസ് ഡൗണിലോട്ട്, ഒത്തിരി വൈബ്രേഷൻ ലോയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകാം. നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ കൂടെ കടക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് ആ ഒരു എനർജി, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു നെഗറ്റീവ് എനർജി, അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ആ ഒരു എനർജി ട്രാൻസ്മ്യൂട്ട് ചെയ്യാനായിട്ടുള്ള, കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു പ്യുവർ ലവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്താണ്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ടാലൻസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളെ ഹോണർ ചെയ്യാനായിട്ട്, റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആ ഒരു എനർജിയിലോട്ട് മാറാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനിക്ക് ഈ ഒരു വീക്ക് കാണുന്നുണ്ട്. ഓക്കെ, 33 വന്നിട്ട് മാസ്റ്റർ നമ്പറാണ്. കുറച്ച് പേര് എന്തെങ്കിലും കാര്യങ്ങളിൽ മാസ്റ്ററി നേടുന്നുണ്ടാകാം. ഒത്തിരി നമ്മൾ റിജക്ഷൻസ്, ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന സമയത്ത് പിന്നീട് നമുക്കതെല്ലാം എന്താ പറയുക, കുറച്ചുകൂടെ ബോൾഡായിട്ട് നമുക്കതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരണം, തരണം ചെയ്യണം, ആ ഒരു മാസ്റ്ററി നേടാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു വിസ്ഡം, ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇതെന്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇത് വന്നിട്ട് 4 ഓഫ് വാൻഡ്സ് ആണ്. ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരസ്പരമുള്ള ആ ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എനർജി ആയിരിക്കാം. സിക്സ് ഓഫ് സോഡ്സ് വന്നിട്ട് ആ ഒരു റഫായിട്ടുള്ള എനർജിയിൽ നിന്നിട്ട് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു കാംനെസ്സിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് മാരേജിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത്, കല്യാണത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് ട്രിഗേഴ്സ് വരുന്നുണ്ടാകാം.
എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ മാരേജിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനിലായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം നിറഞ്ഞ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോകേണ്ടി വന്നിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജിയും ട്രാൻസ്മ്യൂട്ട് ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട്, അത് ട്രാൻസ്മ്യൂട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ കാം എനർജി, സമാധാനത്തിൻ്റെ എനർജിയിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് എനർജി അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് പറയുന്നത് കുറച്ചും കൂടെ നിങ്ങൾക്ക് സമാധാനം നൽകുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യുക. ഈ ഒരു വീക്ക് വന്നിട്ട് നിങ്ങളോട് അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റും സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ അതിർവരമ്പ് സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് ഈ ഒരു വീക്കിൽ പാസ്റ്റിൽ വന്നിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നൽകാത്ത എല്ലാ എനർജീസിനോടും നോ പറയാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അങ്ങനെ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക. ഓക്കെ, വെളിയിൽ നല്ല ഇടിവെട്ടും മഴയും വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാകാം. കറണ്ട് പോകുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നിങ്ങൾ ഒത്തിരി എഫേർട്ട് ഇടുന്നു, പക്ഷെ ഓപ്പോസിറ്റ് നിന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് റിസീവ് ആകുന്നില്ല. അങ്ങനത്തെ എനർജീസിനോട് നിങ്ങൾ നോ പറയാനായിട്ട് ശ്രമിക്കുക. അതിന് പകരം സ്ട്രോങ് ആയിട്ടുള്ള എനർജി, ക്യൂൻ ഓഫ് കോയിൻസ് വന്നിട്ട് ഇമോഷണലി അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എനർജിയാണ്, അതിനോട് യെസ് പറയാനായിട്ട് ശ്രമിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ എനർജി ആയിരിക്കാം. നിങ്ങളെപ്പോഴും നിങ്ങളുടെ എനർജി ഗ്രൗണ്ടഡ് ആയിട്ട്, റൂട്ടഡ് ആയിട്ട് ഒരു ബാലൻസിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. എന്ത് സിറ്റുവേഷൻ വന്നാലും കുറച്ചും കൂടെ ആലോചിച്ച് ചിന്തിച്ചിട്ട് മാത്രം നിങ്ങൾ എസ് പറയാനായിട്ട്, അല്ലെങ്കിൽ നോ പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു ആൻസർ കൊടുക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, മെയിനായിട്ട് നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിൽ കണ്ടോ 10 ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. ഒത്തിരി വേർഡ്സ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് മെൻ്റൽ സ്ട്രെസ് ആയിരിക്കാം. ആ എനർജിയോടെല്ലാം നിങ്ങൾ നോ പറയുക. ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനിൻ എനർജി, ഇത് വന്നിട്ട് മദറിൻ്റെ എനർജിയും കൂടിയാണ്. നിങ്ങളെ നർച്ചർ ചെയ്യുക, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ചുറ്റും ഒരു സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ഫെമിനിൻ എനർജിയിൽ കുറച്ചും കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് കഴിയുന്ന ഒരു ക്യൂനും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു എനർജിയോട് എസ് പറയാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് 2 എണ്ണം വന്നിട്ടുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ്, മൈ പൊട്ടൻഷ്യൽ ഈസ് അൺലിമിറ്റഡ്. ഐ ഡോണ്ട് ഹാവ് ടു ഫിക്സ് എനിത്തിങ് ഫോർ എവ്രി വൺ. ഐ ഡോണ്ട് ഹാവ് ടു ഫിക്സ് എവറിത്തിങ് ഫോർ എവ്രി വൺ. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനായിട്ട്, നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത്. എല്ലാവരെയും ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോയി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം, ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ തിരിച്ച് നമുക്കൊരു അവസരം വരുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരെയും തിരുത്താനായിട്ട് നിങ്ങൾ റെഡിയാകാതിരിക്കുക. ഓക്കെ, ആരെയും നമുക്ക് നന്നാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ എനർജീസ് എല്ലാം അവിടെ വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. മൈ ഹെൽത്ത് ഈസ് മൈ പ്രയോറിറ്റി. ഐ എക്സ്പെക്റ്റ് ടു വിൻ. ഐ ഡിസേർവ് ടു വിൻ. നിങ്ങളുടെ ഹെൽത്തിന്, നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുക. അതുപോലെ തന്നെ നല്ലത് മാത്രം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ. കാരണം നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി ചൂസ് ചെയ്യുക. ഇവിടെ വന്നിട്ട് പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഐ ആം റെഡി ടു ബി എ ലീഡർ. ഐ ആം റെഡി ടു മേക്ക് ഗുഡ് ഡിസിഷൻസ്. ഈ ഒരു വീക്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതാണ്. കുറച്ചും കൂടെ ഒരു ലീഡർഷിപ്പ് റോളിലോട്ട് ഉയരാനായിട്ട്, കുറച്ചും കൂടെ കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു വീക്കായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളോട് നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കാം. പയൽ നമ്പർ 8, ചക്ര ക്ലിയറിംഗ്. ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് വന്നേക്കുന്നത്. കോൾ അപ്പോൺ മീ ടു ക്ലിയർ ആൻഡ് ഓപ്പൺ യുവർ ചക്ര യൂസിങ് സീക്രട്ട് ജോമെട്രിക് ഷേപ്സ്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ചക്ര, നമ്മുടെ ചക്ര സിസ്റ്റം ഉണ്ടല്ലോ, ആ ചക്ര ഹീലിങ്ങിന് വേണ്ടിയിട്ട്
എനർജി ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ അത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്ര ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ചക്ര ഹീലിങ്ങും കാണാം, അല്ലെങ്കിൽ മൊത്തമുള്ള 7 ചക്രാസും ഹീൽ ചെയ്യാനായിട്ടുള്ള മെഡിറ്റേഷൻസ്, മ്യൂസിക്, മൂലമന്ത്രങ്ങൾ, പ്രയേഴ്സ് ഒത്തിരി അവൈലബിൾ ആണ് യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്നത് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ എനർജീസ് ബാലൻസിലിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട്, ആ ഒരു ലീഡർഷിപ്പ് റോളിലോട്ടൊക്കെ ഉയരാനായിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ കുറച്ചും കൂടെ കൂട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ചക്ര ഹീലിംഗ് അല്ലെങ്കിൽ ക്ലിയറിങ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 8 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 9, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ജനന തീയതി വന്നിട്ട് 9/18/27. ഈ ഡേറ്റ്സിൽ ജനിച്ചവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പായൽ നമ്പർ 9. നമ്പർ 34 ആണ് വന്നിരിക്കുന്നത്. കോസ്മിക് പേൾ, എക്സ്പാൻഡ് യുവർ സൈക്കിക് ഗിഫ്റ്റ്സ്, ഓപ്പൺ ദ ഗേറ്റ് ടു ദ ഏഞ്ചലിക് റിലം. ഫയൽ നമ്പർ 9 സെലക്ട് ചെയ്തവർക്ക് കുറച്ചും കൂടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കിക് ഗിഫ്റ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു എനർജി, ഒരു പുതിയ ഒരു പോർട്ടൽ, ഇവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ആകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഏഞ്ചലിക് റിലംസ് ആയിട്ട് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ടൊക്കെ പോകണമെങ്കിൽ ഈ ഒരു വീക്ക് നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒത്തിരി സ്പിരിച്വൽ ഗൈഡൻസ്, ഏഞ്ചലിക് ഗൈഡൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഗിഫ്റ്റ്സ് കുറച്ചും കൂടെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ടാലൻസ് എന്താണ്, ഗിഫ്റ്റ്സ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുക്സ് അല്ലെങ്കിൽ ഒത്തിരി സ്പിരിച്വൽ നോളേജുള്ള വ്യക്തികളിൽ നിന്നിട്ട് ഒത്തിരി അറിവുകൾ, ഒത്തിരി നോളേജും നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബ്ലോക്ക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീക്കാനായിട്ടുള്ള ഒരു എനർജി, ഒരു പൊട്ടൻഷ്യൽ, ഒരു ഹെൽപ്പും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പേളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് പ്യൂരിറ്റിയുടെ എനർജിയും ആകാം, ഒരു പ്യൂരിഫിക്കേഷൻ എനർജിയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളായിക്കോട്ടെ, പാസ്റ്റ് എനർജീസ് ആയിക്കോട്ടെ, അതെല്ലാം ട്രാൻസ്മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 4 ഓഫ് കപ്സിൻ്റെ എനർജി ഇത് വന്നിട്ട് ഇങ്ങനെ ആ ഒരു പാസ്റ്റിലെ എനർജീസാണ്. അതെല്ലാം ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 5 ഓഫ് വാണ്ട്സ്, അഗെയിൻ ആ ഒരു സെയിം എനർജി തന്നെയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ്, നെഗറ്റീവായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ, ലോ എനർജീസ്, നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ ഒത്തിരി നാളായിട്ട് നിങ്ങൾ അമർത്തി വച്ചേക്കുന്ന, സപ്രസ് ചെയ്ത് വച്ചേക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, അതെല്ലാം ലെറ്റ് ഗോ ചെയ്ത് ആ ഒരു എനർജി വന്നിട്ട് ആ ഒരു പ്യുവർ ലൈറ്റിലോട്ട് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ്, ഒത്തിരി മെൻ്റൽ കോൺഫ്ലിക്റ്റ് നൽകുന്ന കാര്യങ്ങൾ, ആർഗ്യുമെൻറ്റ്സ്, ഓക്കെ, വഴക്ക്, അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് വന്നിട്ട്. ബാക്കിൽ സണ്ണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി, കുറച്ചും കൂടെ സ്നേഹം, ഐക്യം, യൂണിറ്റി, ആ ഒരു എനർജീസ്, അത് നൽകുന്ന എനർജീസിനോട് നിങ്ങൾ എസ് പറയാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ ഇവിടെയും നമുക്ക് ഡിവൈൻ എനർജി, ഡിവൈൻ
ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഗൈഡൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഈ പൈൽ സെലക്ട് ചെയ്തവരിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഏഞ്ചലിക് റിലംസിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഏഞ്ചൽ നമ്പർ ആയിക്കോട്ടെ, എന്തെങ്കിലും ഗൈഡൻസ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ, കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, ആ ഗൈഡൻസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ എനർജീസിനോട് എസ് പറയാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഫാമിലിക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ സന്തോഷത്തിന്, ഫാമിലിയുടെ സന്തോഷത്തിന് നിങ്ങൾ കൂടുതൽ മുൻഗണന, പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മണി, ഫിനാൻസ് അത് കുറച്ചും കൂടെ ആലോചിച്ച് കൈകാര്യം ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഒരു ചിയർ ലീഡർ ആകാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ നൽകാനായിട്ടും ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഈ പാസ്റ്റ് എനർജീസ് നിങ്ങളെ ഡൗൺ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ആ സമയത്ത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങൾക്ക് എന്തെല്ലാം നോളേജ് നേടാനായിട്ട് സാധിച്ചു, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്, ഓൾറെഡി എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെല്ലാം നേടാനായിട്ട് സാധിച്ചു, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കുറേ കൂടെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ട്. താങ്ക് യു. ഇവിടെ 3 of Cupsൻ്റെ എനർജിയാണ്. ഐ ആം വൈസ്, ഐ അലൗ മൈ ആക്ഷൻസ് ടു റിഫ്ലക്ട് മൈ ട്രൂ ഇമോഷൻസ്. ഈ ഒരു വീക്കിൽ ബുദ്ധിപരമായിട്ടുള്ള, വൈസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ആക്ഷൻസ് എടുക്കാനായിട്ടാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഏത് ഇമോഷനിൽ നിന്നിട്ടാണ് ഞാൻ ആ തീരുമാനം എടുത്തത്? എൻ്റെ ഈഗോയിൽ നിന്നിട്ടാണോ, അല്ലെങ്കിൽ ശരിക്കും അതെനിക്ക് ആവശ്യമുണ്ടോ? ആ ഒരു സത്യസന്ധമായിട്ടുള്ള നന്മ നിറഞ്ഞ ആ ഒരു മനസ്സുകൊണ്ടിട്ടാണോ ഞാൻ ഈ ആക്ഷൻ എടുത്തത്? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈഗോ, അതുപോലെ തന്നെ നിങ്ങളുടെ ട്രൂ ഇമോഷൻസ്, അത് നിങ്ങൾ ഈ ഒരു വീക്ക് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏത് എനർജിയിൽ നിന്നിട്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്? Seven of Cupsൻ്റെ എനർജി, മൈ ഇമാജിനേഷൻ ഇസ് എൻഡ്ലെസ്, ഐ ഫിൽ മൈ മൈൻഡ് വിത്ത് പോസിറ്റീവ് തോട്ട്സ്. ഇവിടെ നിങ്ങളുടെ ഇമാജിനേഷൻ പവർ, എഗെയിൻ ആ ഒരു ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്. സൈക്കിക് ഗിഫ്റ്റ്സിൻ്റെ ആ ഒരു പവറാണ് കാണുന്നത്. അതെല്ലാം ഇവിടെ ഒത്തിരി ഹൈറ്റൻഡ് ആയിട്ട്, ഒത്തിരി പവർഫുള്ളായിട്ട് ഇരിക്കുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇമാജിനേഷൻ പവർ കൊണ്ടിട്ട് നിങ്ങൾക്ക് അത് അട്രാക്റ്റ് ചെയ്യാനായിട്ട്, മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഈ ഒരു വീക്ക് അവൈലബിൾ ആണ്. അതാണ് കുറച്ച് പേർക്ക് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾ ആ ഒരു എനർജി കൊടുക്കുന്നത് അത് ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈഗോയിൽ നിന്ന് നിങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. ശരിക്കുള്ള ഇമോഷൻ കൊണ്ടിട്ട്, പ്യുവറായിട്ടുള്ള ഇൻറ്റൻഷൻ കൊണ്ടിട്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാലും പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ്. നെക്സ്റ്റ്, ഫൈനലായിട്ട് നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് ഈ ഒരു വീക്കിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് നോക്കാം. പൈൽ നമ്പർ 9. പാഷൻ. ആർക്കേഞ്ചൽ ഹാനിയലാണ് വന്നിരിക്കുന്നത്. ട്രസ്റ്റ് ആൻഡ് ഫോളോ യുവർ റിന്യൂഡ് പാഷൻ ഇൻ യുവർ ലവ് ലൈഫ് ആൻഡ് കരിയർ. നിങ്ങളുടെ ഇമോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ പുതിയ എനർജീസ് ഈ ഒരു വീക്കിൽ കടന്നു വരുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ഗൈഡൻസ്, അത് ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. അപ്പോൾ എഗെയിൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇമോഷണൽ എനർജി, നിങ്ങളുടെ ഫീലിങ്സ് അതായിട്ട് കൂടുതലായിട്ട് കണക്ട് ചെയ്യുക. കാരണം ആ ഒരു എനർജി നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്, മുന്നോട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 9 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.